ഹൈ ഓൾ വെൽക്കം ടു ഐ+ കേറ്റഡ് എക്സാമിന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എക്സാം ഇങ്ങ് അടുത്തെത്തി, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ തെറ്റിപ്പോകാതെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എക്സാമിന്റെ ഡേറ്റ്. ഒരു കാരണവശാലും ഡേറ്റിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരരുത്. കാറ്റഗറി 1, കാറ്റഗറി 2 പരീക്ഷകൾ 21/2/2026 ശനിയാഴ്ചയാണ്. അപ്പോൾ 2 കാറ്റഗറി വെച്ചാണ് ഒരു ദിവസം പരീക്ഷ നടക്കുന്നത്. കാറ്റഗറി 1 അപ്ലൈ ചെയ്തിട്ടുള്ളവർ രാവിലെ ആയിരിക്കും എക്സാം. 10 മണി മുതൽ 12:30 വരെയാണ് പരീക്ഷ. 2.5 മണിക്കൂറാണ് പരീക്ഷയുടെ ദൈർഘ്യം വരുന്നത്. കാറ്റഗറി 2 ആണെങ്കിൽ ഇതേ തീയതിയിൽ തന്നെ സമയം വരുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ. 2.5 മണിക്കൂറാണ് പരീക്ഷ. അപ്പോൾ ഈ 2 കാറ്റഗറിയിലും അപ്ലൈ ചെയ്തിട്ടുള്ളവരുണ്ടാവും. അപ്പം അവർക്ക് ഒരേ എക്സാം സെന്റർ തന്നെ ആയിരിക്കും, അതേ എക്സാം സെന്ററിൽ തന്നെ ആയിരിക്കും കാറ്റഗറി 1, കാറ്റഗറി 2 പരീക്ഷ നടക്കുക. അടുത്തത് കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 വരുന്നത് തിങ്കളാഴ്ചയാണ്. 23/2/2026 തിങ്കളാഴ്ചയാണ് കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 എക്സാം നടക്കുന്നത്. കാറ്റഗറി 3 തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 12:30 വരെ. കാറ്റഗറി 4 തിങ്കളാഴ്ച തന്നെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെയാണ്. അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ വരുന്ന കൂട്ടരെന്ന് വെച്ചാൽ കാറ്റഗറി 2 ആൻഡ് കാറ്റഗറി 3 അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ്. ചിലപ്പോൾ കാറ്റഗറി 2 ലഭിക്കുന്ന എക്സാമിനേഷൻ സെന്റർ ആകണമെന്നില്ല കാറ്റഗറി 3 ലഭിക്കുന്നത്. കാരണം എക്സാം ഡേറ്റ് വ്യത്യാസമായതുകൊണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പരീക്ഷയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ദിവസം ഏത് കാറ്റഗറി പരീക്ഷ എവിടെ വെച്ചാണെന്ന് നല്ലപോലെ ഒന്നുകൂടെ ഹാൾ ടിക്കറ്റ് നോക്കി കൺഫേം ചെയ്യുക. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ഓടി എത്താനായിട്ട് പറ്റില്ല. രാവിലെയുള്ള പരീക്ഷയ്ക്ക് ആകുമ്പോഴത്തേക്ക് അത്രയും ബുദ്ധിമുട്ടായിരിക്കും. തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഏത് കാറ്റഗറി എക്സാം ഏത് ദിവസം എത്ര മണിക്കെന്നുള്ള കാര്യം നിങ്ങളുടെ സ്വന്തം ഹാൾ ടിക്കറ്റ് നോക്കി വെരിഫൈ ചെയ്യുക. പിന്നെ പരീക്ഷയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അറിയേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ എന്ന് പറയാൻ അറിയാലോ. 30 മിനിറ്റ് മുമ്പ് നമ്മൾ പരീക്ഷാ കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. കൃത്യം 30 മിനിറ്റ് നോക്കി നിൽക്കേണ്ട, മാക്സിമം നേരത്തെ എത്തുക. പിന്നെ ഹാൾ ടിക്കറ്റിനോടൊപ്പം അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഓൺലൈനായി നൽകിയ തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനൽ കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏത് ID പ്രൂഫ് ആണോ കൊടുത്തേക്കുന്നത്, ഇപ്പൊ അത് വോട്ടേഴ്സ് ID ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം, പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം, സോഷ്യൽ വെൽഫെയർ വകുപ്പ് ഭിന്നശേഷിക്കാർക്ക് അനുവദിച്ച് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ആവാം, പിന്നെ ബാങ്കിന്റെ പാസ്ബുക്ക് ആവാം, പിന്നെ ഏതെങ്കിലും ഗവൺമെന്റ് ജീവനക്കാർക്കോ അങ്ങനെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കോ ഒക്കെ അവരുടേതായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, ദെൻ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ആധാർ കാർഡ്. ഇതിലേതെങ്കിലും ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഒരു ഓൺലൈനായിട്ട് നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്. അത് തന്നെ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഒറിജിനൽ തന്നെ വേണം. ഫോട്ടോസ്റ്റാറ്റ് ഒന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ അഡ്മിറ്റ് ചെയ്യുന്നതല്ല. ഹാൾ ടിക്കറ്റ് എടുത്തു വെക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മറക്കാതെ നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള ID പ്രൂഫ് എടുത്ത് വെക്കുക. ഇനി നമ്മുടെ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം അറിയാം. ആൽഫ കോഡ് ഉണ്ടെന്ന് അറിയാം, ABCD കോഡുകളുണ്ട്. ഓരോ കാറ്റഗറിയിലും പരീക്ഷ എഴുതുന്നവർക്ക് പാർട്ട് 1, 2 and 3 എന്നിങ്ങനെ 3 വ്യത്യസ്ത ഭാഗങ്ങളുണ്ട്. നമുക്കറിയാലോ, പല പാർട്ടായിട്ടാണ്. അപ്പൊ 3 ഭാഗങ്ങൾക്കും ഒരേ സെറ്റ് ആൽഫ കോഡാണ്, ചോദ്യപുസ്തകങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ നമ്മുടെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 മൂന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് വരുമ്പോൾ എല്ലാത്തിലും ഇപ്പോൾ നമ്മുടെ ആൽഫ കോഡ് A ആണെങ്കിൽ എല്ലാത്തിലും A ആണെന്ന് ഉറപ്പുവരുത്തുക, B ആണെങ്കിൽ അങ്ങനെ. ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഇൻവിജിലേറ്ററെ അറിയിച്ച് കറക്റ്റ് ആയിട്ടുള്ള സെറ്റ് കോഡ് നമ്മുടെ ക്വസ്റ്റ്യൻ വാങ്ങുക. പിന്നെ നോക്കി ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈൻ ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. ആൽഫ കോഡൊക്കെ കറക്റ്റ് ആണ്, എല്ലാ പേജും ഒക്കെ പ്രിന്റഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം അതിൽ സൈൻ ചെയ്യുക. ഇനി നമ്മുടെ ഉത്തരക്കടലാസിലേക്ക് വരുമ്പോൾ, OMR വരുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷനും ടെൻഷനും ഒക്കെ വരാറുണ്ട്. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും വായിക്കുക. അത് വായിക്കാനായിട്ടൊക്കെയുള്ള സമയമുണ്ട്, ആ ടൈമിൽ വായിക്കാം. പിന്നെ അറിയാലോ, നീലയോ കറുപ്പോ ബാൾ പോയിന്റ് പേന മാത്രമേ നമുക്ക് ഉപയോഗിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഉത്തരക്കടലാസ് മടക്കാനോ എന്തെങ്കിലും റെഫർ വർക്കോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കണമെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട്, അവിടെ മാത്രം ചെയ്യുക. കൃത്യമായിട്ട് പേര്, റോൾ നമ്പർ, ചോദ്യപുസ്തകത്തിന്റെ മുൻ പേജിൽ കൊടുത്തിട്ടുള്ള ചോദ്യസെറ്റിന്റെ കോഡ് ഉത്തരക്കടലാസിൽ എവിടെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്, അവിടെ കൃത്യമായിട്ട് ബബിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബബിൾ ചെയ്യുന്ന കാര്യം പ്രത്യേകം നോക്കി ബബിൾ ചെയ്യാം. ദെൻ പരീക്ഷാർത്ഥിയുടെ ഉപ്പും കൃത്യമായിട്ടുള്ള കോളത്തിൽ മാർക്ക് ചെയ്യുക. ജെൽ പെൻ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഓവൽ അല്ലെങ്കിൽ സർക്കിൾ ആ ഒരു ഷേപ്പ് പൂർണ്ണമായിട്ടും കറുപ്പിച്ച് വേണം ഉത്തരം രേഖപ്പെടുത്താൻ. പകുതിയൊന്നും കറുപ്പിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ആകില്ല. പിന്നെ OMR ഭാഗത്ത് 1, 2, 3 വിഭാഗങ്ങൾ, അവിടെ ഏത് വിഷയങ്ങളാണോ നമ്മൾ ഓൺലൈൻ സമയത്ത് അപേക്ഷ സമർപ്പിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് അത് OMR ഷീറ്റിൽ ബബിൾ ചെയ്ത് രേഖപ്പെടുത്തുക.
അപ്പൊ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുത്ത സമയത്ത് തിരഞ്ഞെടുത്ത വിഷയങ്ങൾ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ലാംഗ്വേജിന്റെ കാര്യത്തിലൊക്കെ. അപ്പൊ എന്താണോ നമ്മൾ ഓൺലൈൻ എക്സാമിന് കൊടുത്തത് അത് തന്നെ കൃത്യമായിട്ട് നോക്കി OMR ഷീറ്റിൽ ബബിൾ ചെയ്യാം. പെട്ടെന്ന് ധൃതിയിൽ കയറി ബബിൾ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇപ്പൊ നമ്മൾ അവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ വേറെ, ഇവിടെ മാർക്ക് ചെയ്യുന്നത് വേറെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് ലഭിക്കില്ല, OMR അസാധുവായി പോവുകയും ചെയ്യും. അപ്പൊ ടെൻഷനൊന്നും അടിക്കേണ്ട, സമാധാനമായിട്ട് പിന്നെ എന്ത് സംശയം തോന്നിക്കഴിഞ്ഞാലും ഇൻവിജിലേറ്ററിനോട് ചോദിച്ച ശേഷം മാത്രം മാർക്ക് ചെയ്യാം. പിന്നെ OMR ഷീറ്റിന്റെ കാർബൺ കോപ്പി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് എക്സാം കഴിയുന്ന സമയത്ത് വേർപെടുത്തിയിട്ട് ഇൻവിജിലേറ്റർക്ക് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള അത് കൊടുക്കും. പിന്നെ ആ കോപ്പി നമുക്ക് കയ്യിൽ സൂക്ഷിച്ച് നമ്മുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ ഒരു നമ്മുടെ OMR ഷീറ്റ് ഇൻവാലിഡ് ആവുന്നതെന്ന് വെച്ചാൽ, റോൾ നമ്പർ കൃത്യമായിട്ട് ബബിൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അസാധുവാകും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ABCD എന്നിങ്ങനെ 4 സെറ്റ് ആൽഫ കോഡ് ഉണ്ടല്ലോ. ഇതിൽ 3 പാർട്ട് 1, 2, 3 എല്ലാത്തിലും ഒരേ സെറ്റ് ആൽഫ കോഡ് ആയിരിക്കണം, അത് ഉറപ്പ് വരുത്തണം. അത് കൃത്യമായിട്ട് ആൽഫ കോഡ് നമ്മൾ ബബിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഒരു ആൽഫ കോഡ് കൃത്യമായിട്ട് ബബിൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഉത്തരക്കടല അസാധുവായി പോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇത്തരം തെറ്റൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ പിന്നെ നമ്മൾ പരാതി കൊടുത്തിട്ടോ അപേക്ഷ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു കാരണവശാലും എന്താണ് ഇത്തരത്തിൽ നമ്മുടെ OMR ഷീറ്റ് ഒന്നും അസാധുവായി പോകാൻ പാടില്ല. അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ മാർക്ക് ചെയ്യാം. ഇനി ഓരോ കാറ്റഗറി വൈസ് പറയുകയാണ്. കാറ്റഗറി 1 പാർട്ട് 2, പാർട്ട് 3 നിങ്ങൾക്ക് ഭാഷകൾ ഓൺലൈനായ അപേക്ഷയിൽ തിരഞ്ഞെടുത്തതുണ്ടല്ലോ, അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം. ഇവിടെ ചൂസ് എനിവൺ എന്ന കോളത്തിലും ബബിൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാത്ത പക്ഷം OMR അസാധുവാകും. അപ്പൊ നിങ്ങൾ പാർട്ട് 2, പാർട്ട് 3 എങ്ങനെയാണ് ലാംഗ്വേജ് കൊടുത്തേക്കുന്നത്, ഇംഗ്ലീഷ്, മലയാളം എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതേ രീതിയിൽ തന്നെ വേണം കൃത്യമായിട്ട് OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാനായിട്ട്. കാറ്റഗറി 2 വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പാർട്ട് 1 മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ഇങ്ങനെ 2 ചോയ്സ് ഉണ്ടെന്നറിയാം. അപ്പൊ നമുക്ക് പലരും ഡൗട്ടായിട്ട് ചോദിച്ച സമയമാണ്, ഓൺലൈനായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്ത സമയത്ത് അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഓൺലൈനായിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോയ്സ് വരുത്താൻ പറ്റില്ല. പകരം എങ്ങനെയാണ്, നമ്മുടെ ചോദ്യ ബുക്ക്ലെറ്റിൽ തന്നെ 2 വിഷയങ്ങളും, മാത്സ് ആൻഡ് സയൻസ് എന്നുള്ള 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും സോഷ്യൽ സയൻസ് എന്നുള്ള 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ അനുയോജ്യമായ വിഷയം ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തായിരിക്കുമല്ലോ പഠിച്ചത്. അവിടെ ചൂസ് റെപ്രസെന്റേറ്റീവ് സബ്ജക്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന താഴെ വിഷയത്തിന് നേരെ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. ബബിൾ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ OMR അസാധുവായി പോകും. പിന്നെ ലാംഗ്വേജിന്റെ കാര്യം അതുപോലെ തന്നെ പാർട്ട് 1, പാർട്ട് 3 ഇവിടെ ഓൺലൈൻ അപേക്ഷയിൽ തിരഞ്ഞെടുത്തത് തന്നെ OMR ഷീറ്റിൽ ആ ചൂസ് ഇൻ വൺ കോളത്തിൽ ബബിൾ ചെയ്യണം. അല്ലെങ്കിലും കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ OMR ഇൻവാലിഡ് ആയി പോകും. അപ്പൊ നമുക്ക് ഈ ഒരു കാറ്റഗറി 2 ഇത്ര ഒരു കൺഫ്യൂഷൻ വരുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലായി പോവാം. ഇനി കാറ്റഗറി 3 വരുമ്പോൾ അപേക്ഷ സമയത്ത് നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം ഉണ്ടല്ലോ, പാർട്ട് 2 നമ്മളൊരു ഭാഷയായിരിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് മതി ഹൈസ്കൂൾ ലെവലിൽ പഠിപ്പിക്കാനായിട്ട്. ഇംഗ്ലീഷോ മലയാളമോ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്, പാർട്ട് 3 നമുക്ക് അക്കാദമിക് ആയിട്ടുള്ള വിഷയം ഏതാണോ അത്. ഇപ്പൊ നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള വിഷയം മാറിപ്പോയി കഴിഞ്ഞാൽ അറിയാലോ, അവിടെ നമ്മുടെ അസാധുവായി പോവും. കൃത്യമായിട്ട് നോക്കി വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക. കാറ്റഗറി 4 വരുമ്പോഴത്തേക്ക് പാർട്ട് 2 ലാംഗ്വേജ്, പാർട്ട് 3 പരീക്ഷാർത്ഥിയുടെ സ്പെഷ്യൽ വിഷയവും. ഓൺലൈൻ എക്സാമിനേഷന് ഓൺലൈൻ അപേക്ഷയിൽ എന്താണോ കൊടുത്തത് തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം OMR അസാധു. അപ്പൊ ഇത്രയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് OMR അസാധു ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എക്സാം ഹാളിലെത്തി ഒരു ചെറിയ അശ്രദ്ധ പോലും വരുത്താൻ പാടില്ല. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എപ്പോഴെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവിജിലേറ്ററിനോട് ചോദിച്ച ശേഷം മാർക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനിയിപ്പോ കൂടുതലായിട്ട് പഠിക്കാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും നിൽക്കണ്ട. വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം എന്ത് ചെയ്യുക, വളരെ റിലാക്സ് ആയിട്ടിരിക്കാം. പിന്നെ നമ്മുടെ ലൈവ് മാരത്തോൺ സെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ അതൊക്കെ ഒന്ന് കേട്ട് നോക്കാം. എന്തെങ്കിലുമൊക്കെ ഐഡിയാസ്, എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം പഠിച്ചില്ലല്ലോ എന്നൊന്നും ഓർത്ത് ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സിലബസ് മൊത്തം അരച്ച് കലക്കി കുടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും വരിക. നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാം അറ്റൻഡ് ചെയ്ത ശേഷം തീർച്ചയായിട്ടും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.